ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിളും. അപ്പൊ 7th പഠിക്കുന്ന മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആൻഡ് ഈ ചാപ്റ്ററിൽ ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ലിറ്റ്മസ് ടെസ്റ്റ്. ഓക്കെ, ലിറ്റ്മസ് ടെസ്റ്റ് എന്താന്നുള്ളത് എപ്പോഴും അല്ലെങ്കിൽ ലിറ്റ്മസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങള് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് അല്ലേ? യെസ്. അപ്പോ ഈ ഭാഗത്തു നിന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ, സോ ഈ ലിറ്റ്മസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? അവര് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയും. എന്താ സൂചകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നിറം മാറ്റത്തിലൂടെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ആള് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിറ്റ്മസ് കോമൺ ആയിട്ടും വളരെ സാധാരണയായിട്ട് നമ്മുടെ ലാബിലും സ്കൂളിലും ഒക്കെ പേപ്പർ രൂപത്തിൽ കിട്ടാറുണ്ട്. ഓക്കെ, 2 നിറത്തിലാണ് മക്കളെ ഈ ലിറ്റ്മസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് റെഡ് ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഇനി കാണാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, അതേ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, റെഡ് കളർ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഓക്കെ, സോ ഈ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ആള് ഒരു ആസിഡ് ആണോ ബേസ് ആണോ നമ്മൾ കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലോ മക്കളെ? സോ ആദ്യം മിസ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മിസ് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് വിനേഗർ ആണ്. വിനാഗിരി ഒക്കെ നമ്മുടെ കിച്ചണിലുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മൾ അടുക്കളയിൽ എന്തുണ്ടാവും? വിനാഗിരി ഉണ്ടാവും. ഓക്കെ, സോ കുറച്ച് വിനാഗിരി മിസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വിനാഗിരി ജസ്റ്റ് ഈ ബോട്ടിലിന്റെ ക്യാപ്പിലേക്ക് കുറച്ച് മിസ് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മിസ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു നീല കളർ ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുക്കും. എന്നിട്ട് ഈ വിനാഗിരി സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യും? ഒന്ന് നല്ല പോലെ ഡിപ്പ് ചെയ്യും. മക്കൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചേ? നീല ലിറ്റ്മസ് പേപ്പർ എന്തായിട്ടാ മാറിയത്? റെഡ് കളർ ആയിട്ട് മാറി അല്ലേ? നീല ലിറ്റ്മസ് റെഡ് കളർ ആയിട്ട് മാറി. ഓക്കെ, ഫൈൻ. ഇനി ഇതേ വിനാഗിരിയിലേക്ക് മിസ് റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാലോ? അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ചുവപ്പ് ലിറ്റ്മസ് ചുവപ്പിലായിട്ട് തന്നെ നിൽക്കുക അല്ലെ. സോ അതിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ബ്ലൂ, നീല ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറി. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആള് അല്ലെ. ഇനി രണ്ടാമത് മിസ് എടുക്കുന്നത് ആരാന്നറിയോ? രണ്ടാമത് എടുക്കുന്നതാണ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അപ്പക്കാരമില്ലേ, അപ്പക്കാരം വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ലായനിയാക്കിയിട്ട് മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബേക്കിംഗ് സോഡ സൊല്യൂഷനിലേക്ക് മിസ് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ആദ്യം ഒരു ചുവപ്പ് റെഡ് ലിറ്റ്മസ് എടുക്കും. എന്നിട്ട് ദാ ഇതുപോലെ ഡിപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്താ അവിടെ സംഭവിച്ച മാജിക്? റെഡ് ലിറ്റ്മസ് പേപ്പർ നീല ബ്ലൂ കളർ ആയിട്ട് മാറിയല്ലേ അല്ലേ? ഇതാണ് ഇവിടുത്തെ കളർ ചേഞ്ച്. ഓക്കെ, ശരി. ഇനി ഇതേ ആളിലേക്ക് ഞാൻ എന്ത് ചെയ്യും? ഒരു നീല ലിറ്റ്മസ് പേപ്പർ മുക്കും. നീലയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഇതിനില്ല അല്ലേ? യെസ്, കണ്ടോ? അപ്പോ നമ്മള് ലിറ്റ്മസ് പേപ്പർ ചില ലായനികളിലേക്ക് മുക്കുന്ന സമയത്ത് അവര് റെഡ് ബ്ലൂ ആയി മാറുന്നു, അല്ലെങ്കിൽ ബ്ലൂ റെഡ് ആയിട്ട് മാറുന്നു അല്ലെ. ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ്. സോ മക്കളെ, നിങ്ങൾ ഓർത്ത് വെക്കാൻ മിസ് ഒരു കാര്യം പറഞ്ഞു തരാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങൾ, അതായത് നീല ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയാം. ഏതൊരു സൊല്യൂഷൻ, ഏതൊരു ലൈനിലേക്കും നമ്മൾ ഒരു നീല ലിറ്റ്മസ് പേപ്പർ ഇടാന്ന് വിചാരിക്കും, അത് ചുവപ്പായിട്ട് മാറുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ പറഞ്ഞോ, അവരാരായിരിക്കും? അവര് ആസിഡുകളായിരിക്കും. ഓക്കെ, ഇനി നേരെ മറിച്ച് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കും, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ കളർ ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അവരാരാണ്? അവരാണ് ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, കളർ ചേഞ്ച് മനസ്സിലായില്ലേ? ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ മിസ് ഒരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കോഡാണ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ബാർ എന്ന് ആലോചിച്ചാൽ മതി. BAR. ഈ നടുക്ക് നിൽക്കുന്ന A ഇല്ലേ, ആസിഡ് ആണ്. ഓക്കെ, ആസിഡ് ബ്ലൂ ടു റെഡ്,
ആസിഡ് എപ്പോഴും ബ്ലൂ ലിറ്റ്മസിനെ, നീല ലിറ്റ്മസിനെ റെഡ് ആക്കും എന്ന് ആലോചിക്കുക. ഓക്കെ, സോ ഒരാളെ പഠിച്ചു വെച്ചാൽ മറ്റാളെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. കാരണം എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആസിഡ് ബ്ലൂ ടു റെഡ് ആണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെഡിനെ ബ്ലൂ ആക്കും. അപ്പൊ ഈ കോഡ് നിങ്ങൾ എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ വേറെ എളുപ്പമുള്ള ഒരു കാര്യം മിസ് പറഞ്ഞു തരട്ടെ. ആസിഡ് ബ്ലൂവിനെ റെഡ് ആക്കും, റെഡ് ആയിട്ട് മാറും. ആസിഡ് റെഡ്, അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇനി ആരും മറക്കില്ലല്ലോ. ഈ ലിറ്റ്മസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ലിറ്റ്മസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിസ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ. ബൈ ബൈ.